എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുസുതിയാണ് വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ കേൾക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഇരുന്നാൽ മതി, താല്പര്യമില്ലാത്ത ആളുകളൊക്കെ കണ്ടം വഴി ഓടിക്കോളൂ. അപ്പോൾ ഇന്ന് രേണുസുതിയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ ലൈവിലുള്ള ഒരു വീഡിയോ ലീക്ക് ആയിട്ടുണ്ട്. നമ്മുടെ മാസ്റ്റർ ബ്രെയിൻ മനു ആണ് അത് ചോർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതാണല്ലോ. അതിപ്പോ രേണുസുതി കണ്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു. പുള്ളിക്കാരത്തേക്ക് അത് മനസ്സിലായിട്ട് കുറേ ദിവസമായി. പക്ഷേ ഇപ്പോ രേണുസുതി അത് വന്നിട്ട് പറയുന്നുണ്ട്. പുള്ളിക്കാരത്തിയുടെ ലൈവിൽ തന്നെയാണ് വന്നിട്ട് പുള്ളിക്കാരത്തി ഇത് പറയുന്നത്. അപ്പൊ അത് ഒന്ന് കണ്ടിട്ട് വരാം. വാ വാ ആരെ വാ വാട്ട് എ ഫാന്റാസ്റ്റിക് റിതം, വാട്ട് എ ശ്രുതി പിടിച്ചുള്ള പാട്ട്. ബാക്കി പാട്. തല തുടയ്ക്കുന്നതിന് നിന്നെ തുണി പൊക്കി കാണിക്കുന്നേ? എനിക്കറിയാൻ പാടില്ല. എപ്പോഴാണ്ട് ആരാണ്ടോ ഇവരോട് പാട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് അതിൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ബഷീകരോ നിന്റെ നെഞ്ചിനകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് എൻ്റെ പൊന്നോ, വേറെ പാട്ടെങ്കിലും പാടും. നിങ്ങൾക്ക് മടുത്തില്ലോ ഈ പാട്ട്? അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ പോലും ഇത്ര നമ്മൾ കേട്ടിട്ടുണ്ടാവത്തില്ല. പിന്നെ പിന്നെ എവിടെ തിരിഞ്ഞാലും ബഷീകര ബഷീകര എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങും. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളവരാണ് ഇതിനകത്തുള്ളത്. എന്നെ ഇഷ്ടമുള്ളവരൊന്നും ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഇഷ്ടമില്ലാത്തൊരു ഇഷ്ടമില്ല. ഇപ്പം ഈ സബ്സ്ക്രിപ്ഷനകത്ത് ആദ്യം അപ്പം രേണുവിന് അറിയാം, രേണുവിന് ഇഷ്ടമില്ലാത്തവർ അതിനകത്തുണ്ടെന്നുള്ളത്. ഹെയ്റ്റേഴ്സ് ഇല്ല, സ്വാഭാവികം ഹെയ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പം ഇഷ്ടമുള്ളവർ ഇഷ്ടമുണ്ടെന്നും ഇഷ്ടമില്ലാത്തവർ ഇഷ്ടമില്ലെന്നും പറയണം. അതാണ് ബേസിക് സാധനം. ബാക്കി എന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണ് എൻ്റെ ഫാമിലിയുള്ളവർക്ക്. ചിലവർ ഇഷ്ടമില്ലാതെ കയറിയിട്ടുണ്ട്, എൻ്റെ ഫാമിലി ലീക്കാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. താങ്ക് യു. എന്നെ ഇഷ്ടമില്ലാത്തവരുണ്ട്. ഇത് ഈ ലൈവ് എന്തായാലും യൂട്യൂബിൽ വരും. കാരണം മനു എന്ന് പറയുന്ന ആ നട്ടലില്ലാത്ത നാറി ഇതിനകത്ത് കയറിയിട്ടുണ്ട്. എന്ത് നട്ടലില്ലാത്ത നാറിയോ? ഞാൻ നാറാറൊന്നുമില്ല, ഞാൻ കുളിക്കാറും നനയ്ക്കാറൊക്കെ ഉണ്ട്. നമ്മൾ രേണുവിനെ പോലെ ഒന്നുമല്ല. നമ്മൾ ബിഗ് ബോസിൽ പോയിട്ട് തലേന്ന് പേൻ പറത്തിക്കൊണ്ട് നടക്കുമോ, മുടി പറഞ്ഞു വീഴുവോ, അങ്ങനെ നമ്മൾ കുളിയും തന്നെയൊക്കെ ഉള്ളവരാണ്. നമ്മളങ്ങനെ നാറാറൊന്നുമില്ലേ? അപ്പം മനു എന്ന പേരുള്ള നട്ടലില്ലാത്ത നാറി ഈ ലൈവിൽ വന്നിട്ടുണ്ടെന്നാണ് രേണു പറയുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ എനിക്ക് നട്ടലില്ലെന്നാണ് പറയുന്നത്. രേണു ചേച്ചിയുടെ നട്ടലിനെ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോയിൽ കാണാം. ഓക്കെ ബാക്കി പറ. ചേച്ചി ലൈവ് പുറത്തിടണമെന്ന് ആഗ്രഹിച്ചല്ലേ? ചേട്ടൻ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചേച്ചിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ചേട്ടൻ അത് സാധിച്ച് തന്നിരിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, രേണു ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടാണ്, മറ്റേ സ്നേഹമല്ല. അവൻ ഇപ്പം തന്നെ ഇത് എന്താ പറയുക, സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. സോ അവൻ ഇപ്പം തന്നെ ഇത് ലൈവ് പോസ്റ്റ്. അല്ല, ഇതിനകത്ത് മറ്റൊരു സാധനമുണ്ട്. ജോസപ്പേ, രേണുസുതിക്ക് മനുവിനെ അറിയാം. തനിക്ക് എന്നെ അണിയാം, ഞാനാണിത് ചെയ്യുന്നതെന്ന് തനിക്ക് അണിയാം. കുഴപ്പമില്ല, ബിബിയുടെ ചീത്തപ്പേര് മാറില്ല. എനിക്കത് മതി. ഞാൻ ഹാപ്പി. ബിബി രക്ഷപ്പെട്ടല്ലോ, അത് മതി. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനെയൊക്കെ എന്താണ്, അവനൊക്കെ റീച്ച് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. അതാണ് മാസ്റ്റർ ബ്രെയിൻ മനുവിനെ കുറിച്ചിട്ടാണ് പുള്ളിക്കാരത്തി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ മനു ഇത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈവിൽ മനു ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്. അപ്പോൾ മനു അവിടെ ഇരുന്ന് രേണുസുതി പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ എന്തായാലും രേണുവിന് നല്ലൊരു മറുപടിയൊക്കെ മനു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും രേണുവിനെ സമ്മതിച്ചിരിക്കുന്നത്. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ എന്നാണ് മനസ്സിലാവാത്തത്. ശരിക്കും വല്ലാത്ത ജാതി തന്നെയാണ് ഈ രേണു. ശരിക്കും രേണുവിനെ പലപ്പോഴും മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ഇപ്പൊ രേണുവിന് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വോയിസ് ഒക്കെ കേട്ടപ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്ന തരത്തിലായിരുന്നു ആ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് ദുബായിലൊക്കെ പോയ ആ ഒരു സമയത്ത് 2 മാസമായി രേണു അത് അറിഞ്ഞിട്ട് എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഒരു ആഴ്ചയിൽ കൂടുതലായി ഈ പറയുന്ന നമ്മുടെ അതുൽ വ്ലോഗ്, പിന്നെ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഷെഫീന ബീവി, അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മളിതറിയുന്നത് ഇന്ന് പലരും ഇട്ട വീഡിയോ കണ്ടപ്പോഴാണ്. ശരിക്കും രേണുസുതി ഇപ്പൊ ഇടുന്ന എക്സ്ക്ലൂസീവ് ലൈവുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് സത്യമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു അസുഖങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തി മെന്റലി ഡൗൺ ആയി പോകാനാണ് ചാൻസ്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഇത്രയും ഫ്രീ ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പൊ എന്തായാലും ഇതിനു മുമ്പ് തന്നെ രേണു നേരത്തെ ഒരു ലൈവിലൊക്കെ വന്നിട്ട് പുള്ളിക്കാരത്തി പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരത്തിയെ മാനം കെടുത്തിക്കൊണ്ട്, അതായത് പുള്ളിക്കാരത്തിയുടെ മുഖമൊക്കെ ഒരു വല്ലാത്ത രീതിയിലാക്കിക്കൊണ്ട് അവരെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു കലാകാരൻ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിത്രത്തിന്റെ ബാക്കിൽ ഒരു എലിപ്പത്തായോ ഒക്കെ വെച്ചിട്ടായിരുന്നു. അപ്പൊ അതിന് ആ ഒരു ഫോട്ടോ കണ്ടിട്ട് ഇവർ വന്നിട്ട്, ആ ഒരു ചിത്രം കണ്ടിട്ട് ഇവർ വന്നിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ വിഷമിച്ചാണ് അവർ അതിനെ കുറിച്ചിട്ടൊക്കെ ആ ഒരു സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ പോകുന്ന അവസ്ഥ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ, ഞാനിപ്പോ പോകുന്ന അവസ്ഥയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വല്ലതും അറിയാമോ, നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് കേട്ടപ്പോൾ ശരിക്കും ഇതുമായിട്ട് കൂട്ടി
ആലോചിപ്പിച്ച് നോക്കിയപ്പോൾ അങ്ങനെയാണോ എന്ന് എനിക്ക് തോന്നുകയാണ്. ശരിക്കും അങ്ങനെ ആകാതിരിക്കട്ടെ, ശത്രുക്കൾക്കാണെങ്കിൽ പോലും അത് അങ്ങനെ ഒരു അസുഖം വരാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. പക്ഷേ ഇവര് വളരെയധികം നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ചിരിച്ച് കളിച്ച് ജോളി ആയിട്ടാണ് ഇവരെ എപ്പോഴും കാണപ്പെടുന്നത്. ചില ആളുകളൊക്കെ അങ്ങനെയാണ്. അവർക്ക് എത്രത്തോളം വേദന ഉണ്ടെങ്കിലും അവരത് ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് പുറമേ ഒന്നും അറിയാത്തതുപോലെ പൊട്ടിച്ചിരിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ഒന്നും അറിയിക്കാതെ നടക്കുന്ന ആളുകളുണ്ട്. ഇനി രേണു അത്തരത്തിലുള്ള ഒരാളാണോ എന്നൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ല ഡോക്ടറെ കണ്ട് രോഗം ചികിത്സിച്ച് ഭേദമാക്കുക. അപ്പോൾ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതിരിക്കുക. മാക്സിമം മറ്റുള്ളവർക്ക് അങ്ങനെ പറയാനുള്ള അവസരവും കൂടി ഉണ്ടാക്കാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അടിക്കാനുള്ള കമ്പ് വെട്ടിക്കൊടുത്തിട്ട് അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു വന്നിരിക്കും. അടി കൊണ്ടിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന, കമ്പ് വെട്ടി കൊടുക്കാതിരിക്കുക, അതാണ് ചെയ്യാനുള്ളത്. ഇവരുടെ ലൈവിലുള്ള ഒരുപാട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനു റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പുള്ളിക്കാരന്റെ കയ്യിലുണ്ട്. ഓരോന്നായിട്ട് അവസരം പോലെ പുള്ളിക്കാരൻ പുറത്തേക്ക് വിടുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ത്രീയുടെ അവസ്ഥ ഏതാണെന്നും നമുക്കറിയില്ല. അത്തരത്തിലൊരു വലിയ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നതെങ്കിൽ ദയവായിട്ട് ആരും വലിച്ചു കീറി ഒട്ടിക്കാനായിട്ട് നിൽക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ കാര്യങ്ങൾ ഇവർ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു പറയുന്ന ആ ഒരു വാചകങ്ങൾ ദയവ് ചെയ്തൊന്ന് സോഫ്റ്റ് ആക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് സമൂഹത്തിൽ വലിച്ചു കീറാൻ ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു സ്ത്രീയെ മാത്രം ഫോക്കസ് ചെയ്ത് വലിച്ചു കീറുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ദയവ് ചെയ്ത് കണ്ടന്റ് ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് സ്ത്രീകൾ ഇതിനേക്കാളും മോശമായിട്ടുള്ള രീതിയിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. മെമ്പർഷിപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ ഇവരെ ഒന്ന് മാറ്റി അവരെ പിടിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ കാണുന്നില്ലേ, അഞ്ജിത നായരും അവളുടെ ചേച്ചിയൊക്കെ ഒരു കുക്കുംബറൊക്കെ വെച്ചിട്ട് കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ, അതുപോലെ തന്നെ നിമിഷ ബൈജു അവർ യൂട്യൂബിൽ തന്നെയാണ് കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾ മൊത്തം മുതുക്ക് തള്ള വന്നിരുന്നിട്ട് അതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാൻ തോന്നുന്നില്ലേ? നിങ്ങൾക്ക് എപ്പോഴും രേണുസുതി മാത്രമേ കണ്ടന്റ് ആയിട്ട് എടുക്കാനായിട്ട് തോന്നുന്നുള്ളൂ. രേണുസുതിയെ വിമർശിച്ചോളൂ, വിമർശിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല. രേണുസുതിയെ വിമർശിക്കുന്ന നിങ്ങൾ മറ്റുള്ളവരെ കൂടി വിമർശിക്കുക, അത്ര മാത്രമേ പറയാനായിട്ടുള്ളൂ. രേണുസുതിയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം രേണുസുതി ഉൾപ്പെടുന്ന കുറേയധികം വൃത്തികെട്ട ജന്തുക്കൾ കാരണമാണ് സമൂഹത്തിൽ ഒരുപാട് പേര് പാഴിപ്പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും